വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. യേശുവോ ശിഷ്യന്മാരോ അവിടെയില്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനഹൂമിലെത്തി. ജീവന്റെ അപ്പം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റഫി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ക്രിസ്തുവിൽ പ്രിയരെ, നമുക്കിന്ന് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന തിരുവചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ കർത്താവ് 2 കാര്യങ്ങളെ പറ്റിയാണ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുക. നശ്വരമായ അപ്പത്തെക്കുറിച്ചും അനശ്വരമായ അപ്പത്തെക്കുറിച്ചുമാണ് ഈശോയോട് നമ്മോട് സംസാരിക്കുക. അനശ്വരമായ അപ്പം എന്ന് പറയുമ്പോൾ നിത്യജീവനെ പറ്റിയാണ് ഈശോയോട് നമ്മോട് സംസാരിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. നമ്മൾ പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുവാനും അത് ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് നമ്മൾ ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണം. അതാണ് ഈശോ ഇവിടെ പറയുന്നത്, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വീണ്ടും ഈശോ പറയുന്നു, എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഈശോ അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. ഈശോ അവരോട് പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം, നിങ്ങൾ വേറെ ആരെയും നിങ്ങൾ തിരക്കണ്ട, ഞാൻ ദൈവമാണ് എന്ന് ഈശോ നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും ചിലപ്പോൾ സംശയത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനികളിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ഈശോ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ യേശുവിനെ കൂടുതൽ അടുക്കുവാനും കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? ഈശോ പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്,
കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് ഒരു കുറവ്? ഈശോ പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അപ്പോൾ നമ്മൾ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, പരിത്യാഗ പ്രവർത്തനങ്ങൾ നമ്മൾ പാവപ്പെട്ടവരെ കൂടി സഹായിക്കുമ്പോഴാണ് അത് പൂർണ്ണതയാകുന്നതെന്ന് ഈശോ വളരെ വ്യക്തമായി ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സഹോദരൻ അല്ലെങ്കിൽ ആ ധനികനായ മനുഷ്യൻ ഇത് കേട്ടിട്ട് നിരാശനായി പോയി എന്നാണ് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായി സാധിക്കുക. പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ഇതെല്ലാം പൂർണ്ണമായി അനുസരിച്ച ഒരു മനുഷ്യൻ, ഒരു ഉന്നത വലിയ വ്യക്തി നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാർത്താണ്ഡത്തിൻ്റെ അടുത്ത് നട്ടാലം എന്ന ഗ്രാമത്തിൽ വിശുദ്ധ ദേവസഹായം പിള്ള. അദ്ദേഹം രാജാവിൻ്റെ മന്ത്രിയായിരുന്നു, ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈശോയെപ്പറ്റി അറിയുകയും ഈശോയെ അഗാധമായി സ്നേഹിക്കുകയും ചെയ്ത മനുഷ്യൻ ഈശോയെപ്പറ്റി പ്രഘോഷിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും നീ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നമുക്ക് പാടില്ല, നമ്മൾ യേശുവിൽ വിശ്വസിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യഥാർത്ഥ പ്രകാശത്തെ കണ്ടു, യഥാർത്ഥ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി, ഞാൻ രാജാവും ആ വഴിക്ക് വരുന്നത് നല്ലതാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഇത് കേട്ട് കോപം കൊണ്ട രാജാവ് അദ്ദേഹത്തോട് 4 കാര്യങ്ങൾ പറയുകയാണ്. നിൻ്റെ മന്ത്രിസ്ഥാനം പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല. രണ്ടാമത് പറഞ്ഞു, നിൻ്റെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടും, കുഴപ്പമില്ല. മൂന്നാമത് പറഞ്ഞു, നിൻ്റെ ഭാര്യ നഷ്ടപ്പെടും, കുഴപ്പമില്ല. നാലാമത് പറഞ്ഞു, നിൻ്റെ ജീവൻ പോലും നഷ്ടമാകും, അതും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ച ഒരു മനുഷ്യൻ അവസാനം കാറ്റാടി മലയിൽ കൊണ്ടുപോയി പട്ടാളക്കാരാൽ വെടിവെച്ച് കൊല്ലുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ച മഹാനായ ഒരു മനുഷ്യൻ. പൂർണ്ണതയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. നമുക്കും പൂർണ്ണമായി ജീവിക്കുവാൻ ആഗ്രഹിക്കാൻ നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.